ഒന്ന് മാറി നിന്റെ ജീവിതത്തിൽ കഷ്ടത വന്നോട്ടെ, പ്രതിസന്ധി വന്നോട്ടെ, അവിടെ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന് സ്തോത്രം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് നാം നോക്കുമ്പോൾ അവിടെ യിരെമ്യാവ് ദൈവത്തോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളും അതിന്റെ മറുപടി കർത്താവ് എപ്രകാരം അവനെ ബലപ്പെടുത്തി എന്നും നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ദുഷ്ടന്മാരുടെ വഴി എന്താകുമെന്ന് ഒരു വലിയൊരു ചോദ്യമായിട്ടാണ് യിരെമ്യാവ് ദൈവസന്നിധിയിലേക്ക് എത്തുന്നത്. അവർ ദുഷ്പ്രവർത്തികൾ നിമിത്തം കർത്താവ് അവരെ ന്യായം വിധിക്കുകയില്ലയോ? നീ നീതിമാനാണല്ലോ, എങ്കിലും എന്തുകൊണ്ട് അവർ ഇപ്പോഴും നല്ല നിലയിൽ നിൽക്കുന്നു എന്നൊക്കെയും യിരെമ്യാവ് ചോദിക്കുമ്പോൾ കർത്താവ് അവിടെ അവനെ ബലപ്പെടുത്തുക എന്ന് മാത്രമല്ല, എന്തിന് ഞാൻ നിന്നെ ഈ സാഹചര്യത്തിൽ കൂടെ കടത്തിവിട്ടു എന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു പ്രോവബ് നമുക്കവിടെ കാണുവാൻ സാധിക്കും. അതിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, കാലാളുകളോടുകൂടി ഓടി നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടി ഓടി നീ എങ്ങനെ ജയിക്കുമെന്ന്. അതുപോലെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു, എന്നാൽ യോർദാന്റെ വൻകാറ്റിൽ നീ എന്ത് ചെയ്യുമെന്ന്. അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് യിരെമ്യാവിന്റെ ജന്മദേശമായ അനഥോത്തിൽ അവൻ നേരിട്ട് സഹോദരങ്ങളാലുള്ള പ്രതിസന്ധികളും അവന്റെ ജീവിതത്തിൽ നിസ്സാരമായ പ്രശ്നങ്ങൾ കൂടി അവൻ കടന്നുപോയപ്പോൾ അവിടെ അവൻ മടുക്ക് പോയ ഒരവസ്ഥയാണ് കാണുവാൻ സാധിക്കുന്നത്. അവനെ കർത്താവ് യെരൂശലേമിൽ ഇനിയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവനെ ആക്കി വെച്ചിരിക്കുമ്പോൾ ഈ നിസ്സാരമായ കാര്യങ്ങൾക്ക് അവൻ തളർന്നു പോകുന്ന അവസ്ഥ, അവൻ മടുത്ത് ദൈവത്തോട് ചോദ്യം ചെയ്യുന്ന അവസ്ഥയാണ് കാണുവാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവ് അവനെ അവിടെ പറയുന്നത്, നീ അനഥോത്തിൽ ഇത്രയൊക്കെ കണ്ട് നീ ക്ഷീണിച്ചാൽ ഞാൻ നിനക്ക് വേണ്ടി ഇനി ഒരുക്കി വെച്ചിരിക്കുന്ന പ്രതിസന്ധികൾ, ഇനി ഒതുക്കി വെച്ചിരിക്കുന്ന ആ വെല്ലുവിളികളൊക്കെ നീ എങ്ങനെ അതിജീവിക്കുമെന്ന് അവനെ പറഞ്ഞു മനസ്സിലാക്കി അവനെ ധൈര്യപ്പെടുത്തി മുമ്പോട്ട് വിടുന്ന ഒരു സന്ദർഭമാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതുപോലെയല്ലേ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും കർത്താവ് നമ്മളെ ചെറിയ ചെറിയ പരീക്ഷകളിൽ കൂടെ കടത്തിവിടുമ്പോൾ അവിടെയെല്ലാം നാം വിചാരിക്കുന്നത് ഇതിൽ കൂടി എനിക്കിനി കരകയറാൻ സാധിക്കുകയില്ല, യോർദാൻ പോലെ സമഭൂമി പോലെ വലിയൊരു പ്രശ്നത്തിൽ കൂടാണ് ഞാൻ കടന്നു പോകുന്നത് എന്ന് നമുക്കൊരു ചെറിയ പനി വന്നാൽ പോലും നാം ഓരോരുത്തരും ചിന്തിക്കുന്നവരാണ്. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കഷ്ടതയാണെന്നൊക്കെയും പറഞ്ഞ് നമ്മൾ അതിനെ വലുതായിട്ട് കാണുമ്പോൾ, പ്രിയമുള്ളവരെ, കർത്താവ് ഈ വചനത്തിൽ കൂടി നമ്മെ ഓർപ്പിക്കുന്നത് ഇതെല്ലാം നിസ്സാരമാണ് ദൈവ പൈതലേ, ഇതൊന്നും ആയിട്ടില്ല നിന്റെ ജീവിതത്തിൽ. ഇനിയും നിനക്ക് വലിയ വെല്ലുവിളികൾ നേരിടാനുണ്ട്, വലിയ പ്രതിസന്ധികൾ നീ അതിജീവിച്ച് മുന്നേറേണ്ടതുണ്ട്. ഇവിടെ നീ ക്ഷീണിച്ചു പോയാൽ, ഇവിടെ നീ മടുത്തു പോയാൽ ഇനി നിനക്ക് വെച്ചിരിക്കുന്ന ഓട്ടം നീ എങ്ങനെ സ്ഥിരതയോട് ഓടുവാൻ സാധിക്കും? അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അല്പനേരത്തേക്ക് ഞാൻ ആ പരീക്ഷകളിൽ അകപ്പെട്ടു പോയാലും അവിടെയെല്ലാം അത് അശേഷം സന്തോഷം എന്നെണ്ണണം. കാരണം എന്ന് വെച്ചാൽ നീ സ്ഥിരതയോട് ഓട്ടം ഓടണമെങ്കിൽ ഈ നേരിടുന്ന ചെറിയ നിസ്സാര പ്രയാസങ്ങൾ, പരീക്ഷകളൊക്കെ നീ അതിജീവിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ നീ അതിജീവിച്ചെങ്കിൽ മാത്രമേ നിനക്ക് ആ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കിരീടം, ജീവകിരീടം പ്രാപിക്കാൻ സാധിക്കത്തുള്ളൂ. എന്തുകൊണ്ടാണ് കർത്താവ് നമ്മളെ ഓരോ പരീക്ഷകളിൽ കൂടെ കടത്തിവിടുന്നത്? അവിടെ എല്ലാം നമ്മെ മെനഞ്ഞ് കൊള്ളാകുന്ന ഹല്ലേലൂയ ദൈവഹിതത്തിന് പ്രയോജനമുള്ള ഒരു വക്താവായി നമ്മെ തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സുകൾ കൂടിയായിരിക്കാം നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. നാമും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ കൂടി കടന്നു പോകുമ്പോൾ നാം മറ്റുള്ളവരെ കമ്പയർ ചെയ്യാറുണ്ട്. ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്നു, ഞാൻ ഇത്രയും ഉപവസിക്കുന്നു, എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നു? ഇന്ന ആളിനെ നോക്കിയേ, അവൻ അത്ര പ്രാർത്ഥിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ അവൻ ഇപ്പോഴും ഉയർച്ചയിൽ കൂടി കടന്നു പോകുന്നതിലൊക്കെയും നാം പലപ്പോഴും ചോദ്യം ചെയ്യുന്നവരാണ്. പ്രിയമുള്ളവരെ, ഒന്ന് മാറി നിന്റെ ജീവിതത്തിൽ കഷ്ടത വന്നോട്ടെ, പ്രതിസന്ധി വന്നോട്ടെ, അവിടെ എല്ലാം നാം ചിന്തിക്കുന്നത് ഹല്ലേലൂയ ഇതെന്നെ പണിയപ്പെടുന്ന ഒരവസരമായിട്ടാണ്. എന്നെ നിത്യത്തിലേക്ക് എത്തിക്കുവാൻ, എൻ്റെ ദൈവഹിതത്തിന് സമ്പൂർണ്ണമായി ഞാൻ മെനഞ്ഞ് നല്ല ദിവ്യ സ്വഭാവത്തിന് ഉടമയായി തീരേണ്ടതിന് കർത്താവിനെ ഇന്നും എന്നെ പണിതുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഞാൻ പിറുപിറുക്കുകയല്ല വേണ്ടിയത്, അവിടെ ഞാൻ മടുത്തു പോകുകയല്ല വേണ്ടിയത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ നോക്കി അവൻ ഇതൊക്കെയും ഈ ലോകത്തായിരുന്നപ്പോൾ സഹിച്ചവനാണ്, ഇതിലും അധികം അവൻ സഹിച്ചവനാണ്. ഇതെൻ്റെ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ഇതിൻ്റെയോടുകൂടി പോക്കുവഴി മുരിക്കുന്ന ഒരു നല്ല നാഥനെയാണ് ഞാൻ സേവിക്കുന്നതെന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി നമുക്ക് നമ്മുടെ ജീവിതയാത്ര മുമ്പോട്ട് പോകാൻ സാധിക്കും. വലിയതൊന്ന് നമ്മുടെ ജീവിതത്തിൽ കരങ്ങളിൽ, വലിയൊരു പ്രതിസന്ധി നമ്മുടെ കരങ്ങളിൽ എത്തുന്നതിന് മുമ്പ് നമ്മെ ചിലത് പഠിപ്പിക്കാനുള്ള ഈ ചെറിയ പരീക്ഷകൾ നാം അത് ഏറ്റെടുത്തുകൊണ്ട് പിറുപിറുപ്പ് കൂടാതെ അതൊക്കെ സഹിച്ച് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഇതിൽ കൂടെ കർത്താവ് എന്ത് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കി അതിനെ അതിജീവിച്ച് അതിൽ
നമ്മൾ ജയം നേടുകയാണെങ്കിൽ വലിയ പ്രതിസന്ധികൾ കൂടി നാം കടന്നു പോകുമ്പോൾ അത് നിസ്സാരമായിട്ട് നമുക്കതിനെ അതിജീവിക്കാൻ സാധിക്കും. നിത്യത എന്നുള്ളൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് നാം ഓരോരുത്തരും ഓടുന്നത്. അവിടെ നമ്മുടെ വിശ്വാസം എപ്രകാരമുണ്ട് ഈ ലോകയാത്രയിൽ ആ തളർച്ചകൾ, ക്ഷീണങ്ങൾ, മടുപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ മടുത്തു പോകാതെ പിന്നെയും പ്രത്യാശകളോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യത ലക്ഷ്യമാക്കി ജീവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.